ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന അപ്പത്തിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിലർക്കെങ്കിലും ഇത് അറിയായിരിക്കും, പുളിച്ചപ്പം എന്നൊക്കെ ഇതിന് പറയും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയും 1/4 കപ്പ് ഉഴുന്നുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ രണ്ടും ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം കളഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ കഴുകുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെള്ളത്തോടെ തന്നെ അരച്ചെടുക്കാം, അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉഴുന്ന് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് അത്യാവശ്യം നന്നായിട്ട് അരച്ചെടുക്കുക, എന്നാലും കുറച്ച് അരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊന്നും കൂടി അരക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എന്ന് വെച്ചാൽ അരയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നമ്മുടെ അടുത്ത് വെച്ചിട്ടുള്ള പച്ചരിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് ശരിക്കും ദോശയുടെയും അപ്പത്തിൻ്റെയൊക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റാണ് വരിക. അപ്പോൾ നമ്മൾ പച്ചരി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു മധുരം കിട്ടാനായിട്ട്. അതെന്തായാലും ചേർക്കണം. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 ടീസ്പൂണേ പാടുള്ളൂ, കൂടി പോരുത്. അതിൽ അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി അരക്കുമ്പോൾ കൂടെ ചേർത്താലും മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ നമ്മളിതൊരു വലിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഏകദേശം ഈ ഒരു ബൗളിൻ്റെ 1/4 കപ്പ് എന്ന് വെച്ചാൽ 1/4 ഭാഗത്തേ ഈ മാവുള്ളൂ. അപ്പോൾ നമ്മളിനി ഇതൊന്ന് ഓവർനൈറ്റ് അടച്ച് വെക്കുകയാണ്. 8 മണിക്കൂർ നമ്മളൊന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതേ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയായിരുന്നു. ഇതേ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോഴേക്കും നല്ല പോലെ തുളുമ്പി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അത്രയും വലിയ പാത്രമായിട്ട് നല്ല പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചെറിയൊരു മസാല പോലെ ഒരു സംഭവം ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് നല്ല ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് വഴറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവം വേണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഞാനിത് ചൂടാനായിട്ട് ഒരു അപ്പച്ചട്ടി എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ അല്ല 1/2 ടീസ്പൂൺ ആയാലും മതി. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളിൻ്റെ ആ ഒരു മസാല ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. ഇത്തിരി മതി. അതിൻ്റെ മേലെയായിട്ട് ഇനി നമ്മൾ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കണം. മാവ് നമ്മൾ തവിയിട്ട് കുത്തി ഇളക്കരുത്. എത്രയാണോ പൊങ്ങിയിട്ടില്ല ആ പത ഉണ്ടല്ലോ, അത് മാത്രം എടുത്ത് കോരി ഒഴിക്കുക. അപ്പോൾ ഏകദേശം ഒരു തവി പത മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കുറച്ചും കൂടി ആ ഉള്ളി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. തിരിച്ചും മറിച്ചു വിട്ട് നമ്മളിനി ഇത് വേവിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ മാവ് എടുത്തതിന് ശേഷം വീണ്ടും സ്പൂണ് ആ ഒരു ബൗളിലേക്ക് ഇടരുത്, വേറെ എവിടെയെങ്കിലും വെക്കണം. കാരണം കുത്തി ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു സൈഡ് റെഡി ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും നമ്മൾ അടച്ച് വെക്കുന്ന സമയത്ത്. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് നല്ല വെന്ത് വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബൗളിലേക്ക് നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുള്ള ബൗളിലേക്ക് തവി ഇട്ട് ഇളക്കരുത്. മേലെ നിന്ന് മാത്രം കോരി കോരി ഒഴിച്ച് കൊടുത്താൽ മതി. തീരുന്നവരെ അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇതെടുത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഒരു ഇത്രയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ചെറിയുള്ളി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് ആ മേലെയുള്ള ആ ഒരു പതിഞ്ഞിട്ടുള്ള സാധനം നമ്മൾ വീണ്ടും ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മേലെ വീണ്ടും കുറച്ച് മസാല ഇടുക, അടച്ച് വെച്ച് വേവിക്കുക. വളരെ സിമ്പിളാണ്, പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് ചിക്കൻ കറിയുടെ കൂടെയും നോൺ വെജിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചമ്മന്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ അപ്പച്ചട്ടിയിൽ ചുടണം നിർബന്ധമില്ല. നമ്മൾ സാധാ ഫ്രൈ പാൻ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് തട്ടുദോശ ഉണ്ടാക്കുന്നത് പോലെ ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം എണ്ണയാക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് വീണ്ടും മാവ് ഒഴിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി, അപ്പച്ചട്ടി തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളിത് ചിക്കൻ കറിയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.